വലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു. ഡെയിലി വേജിന് ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ഒന്ന്, നമ്മളൊന്ന് കോൺഫിഡൻസോട് കൂടെ കയറണം എന്നുള്ളതാണ്. രണ്ട്, ശാന്തമായിട്ട് കയറണം. മൂന്ന്, നമ്മളിലേക്ക് ആരാണോ ശ്രദ്ധിച്ച് കേൾക്കുന്നത് അവരിലേക്ക് നിങ്ങൾ നോക്കണം. നാലാമത്തെ വിഷയം, നമ്മുടെ അരിഫ് നഫ്സക്ക നല്ല രൂപത്തിൽ പറയണം. അഞ്ചാമത്തത്, ഹോബിയെക്കുറിച്ചും ഭാവിയിൽ ആരാകുമെന്ന് പറയണം. പിന്നെ നല്ല ആക്റ്റീവായിരിക്കണം. സംസാരത്തിൽ നല്ല വിനയം കാണിക്കണം. നല്ല മൃദുമായ ലത്തീഫായ രൂപത്തിലും മൃദുലമായ വാക്കുകളാണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ. ലാസ്റ്റ് നിർത്തുന്ന സമയത്തൊക്കെ സൊഇത്തു ബിലിക്കായിക്കും അതമന്ന അന്നൽത്തഖ മറത്തൻ ഉഖ്റ എന്നൊക്കെ പറയൽ നല്ലതാണ്. അപ്പോൾ നമുക്ക് 2-3 ഉദാഹരണങ്ങൾ നോക്കാം. അന നിങ്ങളെ പേര് കൊടുക്കുക, മുനീർ അല്ലെങ്കിൽ ഹുസൈൻ ഇതും കൊടുക്കാം. രണ്ടാമത് നിങ്ങളുടെ പേര് ഒന്ന് സ്റ്റാൻഡേർഡിൽ പറയാൻ പറ്റിയ പേരുകൾ: അബ്ല ഉ മിനൽ ഉംദി സമാനിയ വൈശ്രീന സന. നിങ്ങളെ ഇഷ്ടമുള്ള വയസ്സ് കൊടുക്കുക. നിങ്ങളെ വയസ്സ് എത്രയാണോ അത് കൊടുക്കുക. അബ്ല ഉ മിനൽ ഉംദി അത് നല്ലൊരു പ്രയോഗമാണ്. പിന്നെ അടുത്ത് അസ്കുനു മാ ആയിലത്തി ഫി കറിയത്തി ഡാഷ്, ഞാൻ എൻ്റെ കുടുംബത്തോട് കൂടെ താമസിക്കുന്നു. ഫി ഫർ കറിയത്തി എവിടെയും കൊടുക്കുക അല്ലേ. കൊടിയത്തൂരിനോ മുക്കെന്നോ എവിടെയാണ് നമ്മൾ താമസം അവിടെ കൊടുക്കുക. അൽ വാക്കിയ അൽ വാക്കിയത്തി ഫി മുക്കാത്തത്തി, മലപ്പുറമാണെങ്കിൽ മലപ്പുറം, കോഴിക്കോടാണെങ്കിൽ കോഴിക്കോട്. അന മുത്തസവ്വിജ, കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ മുത്തസവ്വിജ് എന്ന് പറയാം. വലതൈ ബിൻതുൻ വാഹിദ്, എനിക്കൊരു കുട്ടിയുണ്ട് എന്ന്, കുട്ടിയുണ്ടെങ്കിൽ കുട്ടിയുണ്ടെന്ന് പറയാം. വലതയ്യ ബിൻതുൻ വാഹിദ്. ഇനി അങ്ങനെ പറയാം. ജോലി, എക്സ്പീരിയൻസ്: അമലു ഫി കുല്ലിയത്തി അറബിയ ക മുദരിസിൻ, ഞാൻ അറബി കോളേജിൽ അധ്യാപകനായിട്ട് ജോലി ചെയ്യുന്നു. അല്ലെങ്കിൽ വലി ഹിബ്രത്തുൻ മുദ്ദ ഹംസ സന, എത്ര വർഷമാണെങ്കിൽ അത് കൊടുക്കുക. പിന്നെ മജാലി തഅലീമിയ, ടീച്ചിങ് ഫീൽഡിൽ 5 വർഷത്തെ പാരമ്പര്യമുണ്ട്, എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കുക. 3 വർഷമാണെങ്കിൽ സലാസ, അങ്ങനെ എത്രയാണോ കൊടുക്കുക. പിന്നെ ഏതാണോ സർട്ടിഫിക്കറ്റ് കിട്ടിയത് അത് കൊടുക്കുക. അംതലിക്കു ഷഹാദത്തു, ഇസ്ലാമിക ബിരുദം കിട്ടിയിട്ട് അത് കൊടുക്കുക. നിബിയാണ് വ ഷഹാദു ബക്കാലൂരീസ് ഫിലോത്തിൽ ഇൻജരീസിയ എന്ന് കൊടുക്കുക അല്ലെ. അംതലിക്കു ഷഹാദ നല്ലൊരു പ്രയോഗമാണ്. അംതലിക്കു ഷഹാദ ബക്കാലൂരീസ് ഫിലോത്തിൽ ഇൻജരീസിയ എന്നും കൊടുക്കാവുന്നതാണ്. പിന്നെ നമ്മൾ ഏതെങ്കിലും ട്രാൻസ്ലേഷൻ കോഴ്സൊക്കെ പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ കൊടുക്കുക. അത്മംതു ദൗറത്തു തദ്രീബിയ ഫി തർജുമത്തിൽ അറബിയ വൽ ഇൻജലീസിയ കൊടുക്കാൻ പറ്റും. പിന്നെ കമ്പ്യൂട്ടറൊക്കെ അറിയുന്നെങ്കിൽ ഇത് കൊടുക്കുക. അനബാരി ഫി മൈക്രോസോഫ്റ്റ് ഓഫീസ്, ഫോട്ടോഷോപ്പ്, ഐരിഹ മിൻ ബറാമിജിൽ ഹസൂബ് അൽ അസാസി അല്ലേ. മൈക്രോസോഫ്റ്റ് ഫോട്ടോഷോപ്പ് ഒക്കെ അറിയെങ്കിൽ ഇങ്ങനെ കൊടുക്കുക. വാനബാരി ഉൻ. ഹിവായത്തി, ഹോബികൾ: ഹിവായത്തി അൽ മുഫദ്ദല അൽ ഖിറാഅ വൽ കിതാബ ഫിൽ മുദവ്വിന വൽ ജൗല മഅൽ ഇസ്തിഖാഹ് അല്ലേ. നല്ല വായന, അറബിയിൽ രചിക്കപ്പെട്ട കിതാബുകൾ, കൂട്ടുകാരോടൊപ്പം കറങ്ങുക, ഇതൊക്കെയാണ് എൻ്റെ ഹോബി. ക്വാളിഫിക്കേഷൻ ഇങ്ങനെയും പറയാം. ലദയ്യ ദറജത്തുൽ ബക്കാലൂരീസ് ഫിൽവാത്തിൽ അറബിയ എന്നും പറയാം. ഹസൽത്തു അല ഷഹാദുൽ ബക്കാലൂരീസ് ഫിൽവാത്തിൽ അറബിയ എന്നും പറയാം. ഇനി ഇറങ്ങുന്നതുള്ളെങ്കിൽ അന അല വഷ്കി തഹറുജ് എന്നും പറയാം. ഐ ആം അബൌട്ട് ടു ഗ്രാജുവേറ്റ്. നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. അസ്സലാമു അലൈക്കും, അന ഇസ്മി, ഒന്ന് ഞങ്ങൾ പേര് കൊടുക്കുക. വ അംദി, എത്ര വയസ്സാണെങ്കിൽ അത് ആമൻ, അത് കൂട്ടി കൊടുക്കുക. അന അൻതമി ഇലൽ ഹിന്ദ്, ഹിന്ദാണെങ്കിൽ കേരള ഇന്ത്യ രാജ്യത്തിലേക്ക് ചേർത്തിട്ടാണെങ്കിൽ അന അൻതമി ഇലൽ ഹിന്ദ് അങ്ങനെ കൊടുക്കുക. അന ആമലുക്ക മുദരിസ് എന്ന് കൊടുക്കുക. ഹസൽത്തു അല ഷഹാദത്തിൽ ബക്കാലൂരീസ് വ മാജസ്റ്റർ ഫിലോത്തിൽ അറബിയ എന്ന് കൊടുക്കുക. അന മൂലി ബിൽ ഖിറാഅ എന്ന് കൊടുക്കുക. ഇനി ഹോബി ഈ രൂപത്തിൽ കൊടുക്കട്ടെ, ഒന്നുകൂടി സ്റ്റാൻഡേർഡ്. അന ഒഹിബുൽ കിതാബ അന അസ്തംതി ഉബിൽ കിതാബ. ഓക്കെ. ഇനി ഇങ്ങനെയും പറയാം. ഹോബീസ്: വാഹിദത്തു മിൻ ഹിവായാത്തി ഹിയൽ കിതാബ അന മൂലി ബിൽ ഖിതാ. ഇങ്ങനെയൊക്കെ ഹോബീസ് പറയാം. ഇനി ഫാമിലിയെക്കുറിച്ച് പറയും. അന വാഹിദുൻ മിൻ സലാസത്തി അഷ്കാ അല്ലേ, ഷുക്കാ, ഐ ആം വൺ ഓഫ് ദ 3 സിബ്ലിങ്സ്. ഒറ്റ കുട്ടിയാണ്. അന തിഫ്ലും വഹീദ്, ഐ ആം ആൻ ഓൺലി ചൈൽഡ്. എക്സ്പീരിയൻസ് ഇതൊക്കെ പറയാം. ലദി 5 സനവാത്ത് മിനൽ ഖിബ്ര ഫി തദ്രീസ്, ഇങ്ങനെ ജോലി ചെയ്തിട്ടുണ്ട് എന്നല്ല. കഥ അമിൽത്തു ഫിൽ മജാൽ, അവിടെ അക്കൗണ്ടിങ് ആൻഡ് മുഹാസബ. ഇനി വേറെ വിഷയമാണെങ്കിൽ അത് കൊടുക്കുക. മജാലി തദ്രീസ് താലീമിയ ലിമുദ്ദത്തി സലാസ സനവാത്ത്, ഇതൊക്കെ കൊടുക്കാവുന്നതാണ്. ഇനി നമ്മൾ ജനിച്ച സ്ഥലം ഇങ്ങനെ ഒരു സ്റ്റാൻഡേർഡായിട്ട് കൊടുക്കാം. ലക്കത് ഉലിത്തു വ തറഅത്തു ഫിൽ ഹിന്ദ്, ഇന്ത്യയിൽ ജനിച്ചു, ഇന്ത്യയിൽ തന്നെ വളർന്നു, അങ്ങനെയും കൊടുക്കാം. ഇനി പാകിസ്ഥാൻ വേറെ എവിടെയെങ്കിലും വളർന്നെങ്കിൽ അങ്ങനെയും കൊടുക്കാം. ലക്കത് ഉലിത്തു ഫിൽ ഹിന്ദ് വ തറഅത്തു ഫി സൗദിയ, അങ്ങനെയും കൊടുക്കാം. ഫി ആയിലത്തി 5 അഫ്രാദ്, എൻ്റെ കുടുംബത്തിൽ 5 അംഗങ്ങളുടെ, ഫ്രം എ ഫാമിലി ഓഫ് 5, ഇങ്ങനെയും പറയട്ടോ. തത്തക്കവൻ ഉസ്രത്തി മിൻ 5 അഫ്രാദ്, മൈ ഫാമിലി കൺസിസ്റ്റ്സ് ഓഫ് 5 പേഴ്സൺസ്. ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഇൻ്റർവ്യൂവിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ. ഇതിൽ സെലക്ട് ചെയ്തിട്ട് നിങ്ങളതൊന്നും ഉണ്ടാക്കിയിട്ട് കമൻറ്റ് ചെയ്യുക.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.